ലോറി ഉയർത്താനുള്ള ശ്രമം അങ്ങനെ പുരോഗമിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ നടന്ന ശ്രമം കുറച്ചധികം വിജയം കണ്ടു എന്നാണ് മനസ്സിലാക്കുന്നത്. ഹൈഡ്രോളിക് ലിഫ്റ്റ് ഉപയോഗിച്ച് ഏതാണ്ട് പകുതിയോളം എനിക്ക് തോന്നുന്നു മുസ്തഫയെ അതിനുള്ളിൽ നിന്ന് എടുക്കാനുള്ള അത്രയും ആ ഭാഗം ഉയർത്തിയിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. മുസ്തഫയെ എത്രയും പെട്ടെന്ന് എടുക്കുക എന്നുള്ളതാണ്. ഓൾമോസ്റ്റ് ഏതാണ്ട് മുക്കാൽ ഭാഗത്തോളം ആ ലോറി വെള്ളത്തിനകത്തുനിന്ന് പുറത്തേക്ക് മിനി ലോറിയാണ്. മിനി ലോറി വെള്ളത്തിനകത്തുനിന്ന് പുറത്തേക്ക് എടുക്കാൻ ഏറ്റവും ഒടുവിൽ കണ്ട ആ ശ്രമത്തിൽ നിന്ന് വിജയിച്ചിട്ടുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. മുസ്തഫ എത്രയും പെട്ടെന്ന് പുറത്തേക്ക് എടുക്കലായിരിക്കണം ഒരു പക്ഷേ രക്ഷാപ്രവർത്തകരുടെ ലക്ഷ്യം അതുതന്നെയാണ്. അല്ലാതെ വണ്ടി കയറ്റുക എന്നുള്ളതായിരുന്നില്ല ആദ്യ പ്രയോറിറ്റി. മുസ്തഫയെ എങ്ങനെയും രക്ഷപ്പെടുത്തുക എന്നുള്ളത് തന്നെയായിരുന്നു. പക്ഷേ അതിനി സാധ്യം, ജീവനോട് രക്ഷപ്പെടുത്തൽ സാധ്യം ആണോ എന്ന് എനിക്കറിയില്ല, സത്യമായും അറിയില്ല. ഇതാ അവിടെ അങ്ങനെ ആവട്ടെ എന്ന് തന്നെയാണ് നമുക്ക് ആഗ്രഹിക്കാനും പ്രാർത്ഥിക്കാനും കഴിയുകയുള്ളൂ. അങ്ങനെയുള്ള എന്താണ് മിറക്കിൾസ് സംഭവിക്കട്ടെ എന്ന് ആഗ്രഹിക്കാനും പ്രാർത്ഥിക്കാനും കഴിയുന്നു. ഇപ്പോൾ ആ ലോറി ഏതാണ്ട് പകുതിക്ക് മുകളിലേക്ക് ഉയർത്തി മുസ്തഫയെ പുറത്തേക്ക് എടുക്കാനുള്ള ശ്രമങ്ങൾ അവിടെ പുരോഗമിക്കുകയാണ്. അജി കുഞ്ഞുമഞ്ചേരുന്നു. അജി, എനിക്ക് തോന്നുന്നു 5ാമത്തെ ശ്രമത്തിലാണ് ആദ്യഘട്ടത്തിൽ അതിൻ്റെ മുൻഭാഗം ഉയർത്താൻ കഴിഞ്ഞത്. അതിനുശേഷം കുറച്ചുകൂടി ആ ശ്രമം വിജയിക്കുന്നു ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ. തീർച്ചയായിട്ടും ഹാഷ്മി, 5 ശ്രമത്തിനൊടുവിൽ ആണ് ശ്രമം വിജയിച്ചതെന്ന് വേണം നമുക്ക് പറയാം. ഈ ഘട്ടത്തിൽ ലോറി ഉയർത്തുകയാണ്. ഇപ്പോൾ നാട്ടുകാരും ഒപ്പം തന്നെ ഈ രക്ഷാപ്രവർത്തനത്തിന് പങ്കാളികളെ ആവുകയാണ്. ഈ മുസ്തഫ ഈ സെയിൽസ്മാനാണ്. ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ നിത്യോപയോഗ സാധനങ്ങൾ കൊണ്ടുപോകുന്ന സ്ഥാപനത്തിലെ സെയിൽസ്മാനാണ് മുസ്തഫ. കുന്നംതോടി സ്വദേശിയാണ്, പൈക്കനം പറമ്പ് സ്വദേശിയാണ് മുസ്തഫ. ഏതായാലും ഇപ്പോൾ നീണ്ട 7 മണിക്കൂറിലെ ശ്രമങ്ങൾക്കൊടുവിലാണ് ഇപ്പോൾ ലോറി ഉയർത്താനുള്ള ശ്രമം ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ഹൈഡ്രോളിക് കട്ടർ ഉപയോഗിച്ചുകൊണ്ട് കട്ട് ചെയ്ത് ലോറിയുടെ ആ ക്യാബ് വശം കട്ട് ചെയ്തതിന് ശേഷം ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഹൈഡ്രോളിക് കട്ടർ താഴേക്ക് ഇറക്കുകയാണ്. ഹൈഡ്രോളിക് കട്ടർ താഴേക്ക് ഇറക്കി ക്യാബ് മുറിച്ചതിന് ശേഷമായിരിക്കും മുസ്തഫയെ പുറത്തേക്ക് എടുക്കുക. ലോറി ഉയർത്തി മുസ്തഫയെ പുറത്തെടുക്കുക എന്നുള്ളത് ശ്രമകരമായ ഒരു ജോലി തന്നെയാണ്. അത് വളരെ പരാജയം കണ്ടു, അത് നടന്നില്ല. അതിനുശേഷമാണ് ഇപ്പോൾ ഹൈഡ്രോളിക് കട്ടർ താഴേക്ക് ഇറക്കി ഹൈഡ്രോളിക് കട്ടർ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പം ആ ക്യാബ് കട്ട് ചെയ്തതിന് ശേഷം മുറിച്ചതിന് ശേഷം മുസ്തഫയെ പുറത്തെടുക്കാനുള്ള ഒരു ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നു വരുന്നത്. ഉച്ചയ്ക്ക് 12:30 നടന്ന അപകടം. 12:30 നടന്ന അപകടത്തിൽ ലോറി ഉയർത്താൻ നിരവധി തവണ ശ്രമങ്ങൾ നടത്തിയിരുന്നു. പക്ഷേ ആ ശ്രമങ്ങളെല്ലാം തന്നെയും പരാജയപ്പെട്ടു. ഇപ്പോൾ രാത്രി 8 മണിയോടെ അടുക്കുന്നു ഒരു ലോറിക്കുള്ളിൽ മുസ്തഫയെ പുറത്തെടുക്കാനുള്ള ശ്രമം, ഒരു ജീവൻ പുറത്തെടുക്കുവാൻ വേണ്ടിയുള്ള ശ്രമം. എത്രയും മണിക്കൂറുകൾ നീണ്ട ഒരു പരിശ്രമത്തിനൊടുവിലാണ് ഈ ലോറി ഭാഗികമായെങ്കിലും ഉയർത്താൻ കഴിഞ്ഞത്. കാരണം ചെളിയിൽ ലോറി എന്നുള്ളതാണ്. കാരണം ഉപയോഗശൂന്യമായ ഒരു കോറിയാണ്. ആ കോറിയിൽ നിരവധി വർഷത്തെ മാലിന്യങ്ങളും ഒപ്പം തന്നെ ചെളിയൊക്കെ നിറഞ്ഞു നിന്നിരുന്ന ഒരു സ്ഥലം കൂടിയായിരുന്നു. അപ്പോൾ ഏറെ ശ്രമകരമായിരുന്നു ഈ ദൗത്യം. ആ ദൗത്യത്തിനൊടുവിൽ ഇപ്പോൾ ലോറി ഭാഗികമായി ഉയർത്തിയിട്ടുണ്ട്. ഈ എടുത്തു പറയേണ്ടത് നാട്ടുകാരും ഈ രക്ഷാപ്രവർത്തനത്തിന് പങ്കാളികളായി സജീവമായി തന്നെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ടത്. നാട്ടുകാരുടെ ഒരു പങ്കാളിത്തത്തോടു കൂടെ തന്നെയാണ് ഇപ്പോഴും ആ ലോറി ഉയർത്താനുള്ള ശ്രമം നടന്നിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ആ ക്യാബ് മുറിച്ചതിന് ശേഷം സൂചിപ്പിച്ചതുപോലെ തന്നെ 7 മണിക്കൂർ പിന്നിടുകയാണ് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായിട്ട്. അപ്പോഴും അതിനകത്ത് ഒരു ജീവൻ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറെ ആശങ്ക ഉണ്ടാക്കിയ ഒരു കാര്യമെന്ന് പറയുന്നത്. ഇപ്പോൾ ലോറി ഭാഗികമായി പുറത്തെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മുസ്തഫ അതിനകത്തുണ്ടോ എന്നുള്ള കാര്യത്തിൽ സ്ഥിരീകരണം അതുണ്ടോ അജി ഈ ഒരു ഘട്ടത്തിൽ? അമൃത, ലോറി നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണ്. ഏറ്റവും സങ്കടം ജനിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ്. കാരണം നീണ്ട മണിക്കൂറുകൾക്കൊടുവിൽ ഒരു ദൗത്യം നീണ്ട മണിക്കൂറുകൾ നീണ്ടു നിന്നു. 7 മണിക്കൂറോളം നീണ്ടു നിന്നു മുസ്തഫയെ രക്ഷിക്കാൻ വേണ്ടിയുള്ള ആ പരിശ്രമം ഇപ്പോഴും തുടരുകയാണ്. ഫയർഫോഴ്സിൻ്റെയും ഒപ്പം തന്നെ നാട്ടുകാരും പോലീസും ഒക്കെ സഹകരിച്ചുകൊണ്ടാണ് ആ ദൗത്യം ഇപ്പോഴും തുടരുന്നത്. നമുക്കറിയാം, വാഹനത്തിന് ബ്രേക്ക് കിട്ടിയിരുന്നില്ല. ആ ബ്രേക്ക് കിട്ടാതെ വന്ന് വാഹനം നേരെ പതിച്ചത് ഈ കൂറിയിലേക്കാണ്. കൂറിയിലേക്ക് ലോറി പതിച്ചതോടുകൂടെ നമുക്ക് ആ കൂറിയുടെ ആഴം തന്നെ അറിയാം. 70 അടി ഉയരമുണ്ട്. 70 അടി ഉയരത്തിൽ നിന്ന് നേരെ താഴേക്ക് വീഴുമ്പോൾ വാഹനം പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണ്. വാഹനത്തിനുള്ളിൽ മുസ്തഫയെ നമ്മൾ കണ്ടതാണ്. മുസ്തഫയെ പുറത്തെത്തിക്കുവാനുള്ള ശ്രമകരമായ ഒരു ദൗത്യമാണ് ഇപ്പോൾ ഫയർഫോഴ്സിൻ്റെ ഭാഗത്തു നിന്നും ഒപ്പം തന്നെ പോലീസിൻ്റെയും നാട്ടുകാരുടെയും ഒക്കെ ഭാഗത്തു നിന്നും ഇപ്പോൾ നടത്തുന്നത്. ഹൈഡ്രോളിക് കട്ടർ ഉപയോഗിച്ചുകൊണ്ട് കട്ട് ചെയ്യുക എന്നുള്ളൊരു ദൗത്യമാണ് നിലവിലുള്ളത്. അത് ഉടനെ തന്നെ മുസ്തഫയെ പുറത്തെടുക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അമൃത.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.